വിഷമിക്കൊന്നും വേണ്ട. ഡോക്ടർ പറഞ്ഞതുപോലെ ഇത് ഇൻവേർട്ടഡ് നിപ്പിളാണ്. സാധാരണ കാണുന്നതല്ലാതെ ഉൾവലിഞ്ഞു നിൽക്കുന്നതാണ് മുലക്കണ്ണ്. അതിനിത്തിരി ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഇത് നോർമലി എല്ലാ സ്ത്രീകളിലും കണ്ടുവരുന്നതാണ്. ഇതിനിപ്പോ എന്താ ചെയ്യാ സിസ്റ്റർ? ഇത് കാരണം എന്റെ കുട്ടിക്ക് പാല് കിട്ടാതെ വരുമോ? ഇത് താൻ ഭയക്കുന്ന പോലൊന്നുമില്ല. ഇനി എല്ലാ ദിവസവും കൈ ഉപയോഗിച്ച് ബ്രസ്റ്റ് മസാജ് ചെയ്യുക, സപ്പോർട്ടീവായിട്ടുള്ള ബ്രാ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിൽ മുരിങ്ങില, മീൻ, ഗോതമ്പ്, ഇലവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അമ്മയുടെ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത്. മാറിടങ്ങൾ വൃത്തിയായി കഴുകി സൂക്ഷിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാവരിലും പൊതുവെ കണ്ടുവരുന്നതാണ്. താങ്ക് യു സിസ്റ്ററെ. ഇത്രയും നേരം ഉള്ളിലൊരു പേടിയായിരുന്നു, അതങ്ങ് മാറി. ഇത് പേടിക്കാനൊന്നും നിൽക്കണ്ട. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മടിയൊന്നും കാണിക്കാതെ വന്ന് ചോദിച്ചോളൂ. കൃഷ്ണ, ഫുഡ് കഴിച്ചോ? സിസ്റ്ററെ, ഞാനാകെ വിഷമത്തിലാണ്. എൻ്റെ ബ്രസ്റ്റൊക്കെ എനിക്ക് നല്ല വേദനയാണ്. വേദന കാരണം എനിക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. താനെന്തിനെങ്ങനെ വിഷമിക്കണേ? ഇതെല്ലാം പ്രസവം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ കാണാവുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ ഓരോ മാറ്റങ്ങളല്ലേ. ഇത് തന്റെ തെറ്റൊന്നുമല്ല. ഇതിനൊരു പ്രതിവിധിയുണ്ട്. ഇങ്ങ് വന്നേ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. മുലയൂട്ടൽ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മളെപ്പോലുള്ള അമ്മമാർക്കും വേണ്ടിയുള്ളതാണ്. കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കുട്ടിക്ക് പരിപൂർണമായ വളർച്ച നൽകുകയും ചെയ്യുന്നു. അതുപോലെ പ്രസവശേഷം അമ്മമാർക്കുണ്ടാകുന്ന രക്തസ്രാവം കുറയ്ക്കുകയും ഭാരം നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. എടാ, നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വരുന്ന മുലപ്പാലും ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ പ്രസവമായതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞിന് പാൽ കൊടുത്തു തുടങ്ങേണ്ടത്? കുട്ടി ജനിച്ച ശേഷം 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂറിനുള്ളിൽ നിർബന്ധമായും മുലപ്പാൽ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ആദ്യ ദിവസം 2 മുതൽ 3 മണിക്കൂറിനുള്ളിൽ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിരിക്കണം. രാത്രിയിലാവുമ്പോൾ 3 മുതൽ 4 മണിക്കൂർ വരെ ഇടവേളയിൽ കൊടുത്താൽ മതി. അതുപോലെ ഡിമാൻഡ് ഫീഡിംഗ് എന്ന് പറയുന്ന ഒന്നുണ്ട്. കുട്ടിക്ക് ആവശ്യാനുസരണം പാൽ കൊടുക്കുന്നതിനെയാണ് ഡിമാൻഡ് ഫീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിക്ക് വിശക്കുന്നുണ്ടെന്ന് എനിക്കിങ്ങനെയാണ് മനസ്സിലാവുക? കുട്ടിക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ആദ്യമേ തന്നെ കുട്ടി വായ തുറക്കും. അതുപോലെ തന്നെ കുട്ടി കരയും, ഒരു സൈഡിലോട്ട് ചേരും, കൈകാലുകൾ വായിലോട്ടിടും, കുട്ടി ചുവക്കും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു മുലയൂട്ടലിൻ്റെ സമയം എന്ന് പറയുന്നത് എത്ര നേരം? ഒരു മുലയൂട്ടലിന്റെ സമയം എന്ന് പറയുന്നത് 5 മുതൽ 10 മിനിറ്റ് വരെയുള്ള ദൈർഘ്യമാണ്. മുലയൂട്ടുന്നതിനുള്ള ശരിയായ സ്ഥാനം ഉറപ്പാക്കണം. ഇരുന്നുകൊണ്ട് മുലയൂട്ടുന്നതാണ് ഏറ്റവും ഉചിതം. കുട്ടിയുടെ തല അമ്മയുടെ ഉള്ളംകൈയിൽ വെച്ച് ഒറ്റ കൈകൊണ്ട് മാത്രം അമ്മയുടെ മാറിടത്തോട് കുഞ്ഞിനെ ചേർത്ത് നിർത്തി മുലയൂട്ടുന്നതിനെയാണ് ക്രോസ് ക്രാഡൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്രാഡൽ പൊസിഷനെ പറ്റിയാണ് പറയുന്നത്. കുട്ടിയുടെ തല അമ്മയുടെ 2 കൈകളും ഉപയോഗിച്ച് കുഞ്ഞിനെ ഭദ്രമായി വെച്ച് അമ്മയുടെ മാറിടത്തോട് ചേർത്ത് കുട്ടിക്ക് പാൽ കൊടുക്കുന്നതിനെയാണ് ക്രാഡൽ പൊസിഷൻ എന്ന് പറയുന്നത്. കൂടാതെ ക്ലച്ച് റീക്ലൈനിങ് പൊസിഷനും ഉണ്ട്. സിസ്റ്റർ, നമ്മൾ കുഞ്ഞിന് പാൽ കൊടുത്ത ശേഷം എന്തിനാ കുഞ്ഞിനെ പുറത്ത് തട്ടുന്നേ? സ്വാഭാവികമായും പാൽ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചു വായു കുട്ടിയുടെ അകത്തേക്ക് കടക്കും. അങ്ങനെ കടക്കുമ്പോൾ കുട്ടിക്ക് അസ്വസ്ഥത കാണും. അപ്പോൾ നമ്മൾ കൈ ഒരു കപ്പ് രൂപേണ പിടിച്ച് താഴ്ഭാഗം മുതൽ മുകൾ വരെ തട്ടിക്കൊടുക്കും. അപ്പോൾ കുട്ടിയുടെ വയറ്റിൽ നിന്ന് വായു പുറത്തേക്ക് പോകും. താൻ പറയുന്ന പോലെ വേദനയെല്ലാം പ്രസവശേഷം സ്ത്രീകൾക്കുള്ളതാണ്. ഇടയ്ക്കിടെ മുലയൂട്ടുക, അധികമായി വരുന്ന പാൽ പിഴിഞ്ഞു കളയുക, അതുപോലെ തന്നെ മാറിടങ്ങളുടെ ശുചിത്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുലയൂട്ടുന്നതിന് മുൻപും അത് കഴിഞ്ഞും മാറിടം നന്നായി കഴുകണം. സിസ്റ്ററെ, എൻ്റെ വേറൊരു ടെൻഷൻ ജോലിയെക്കുറിച്ച് ഓർത്തിട്ടാ. ഒരു 4 മാസം കൂടെ കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. കാര്യം കുഞ്ഞിനെ ഏട്ടനും അമ്മയും നോക്കിക്കോളും. പക്ഷേ കുഞ്ഞിനെ ഞാനെങ്ങനെയാ ഫീൽ? അതൊന്നും ഒരു പ്രശ്നമല്ലടാ. ജോലിക്ക് പോകുന്ന അമ്മമാരെ മാറിടത്തിൽ മസാജ് ചെയ്തോ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചോ മുലപ്പാൽ ശേഖരിച്ചു വെക്കുന്നുണ്ട്. അത് റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ 3 മുതൽ 4 മണിക്കൂർ വരെയും, റെഫ്രിജറേറ്ററിലാണെങ്കിൽ 4 ദിവസം വരെയോ, ഫ്രീസറിലാണെങ്കിൽ 3 മുതൽ 6 മാസം വരെയോ വെക്കാവുന്നതാണ്. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ കൂടെ ജനിക്കുന്നത് ഒരു അച്ഛനും അമ്മയും കൂടിയാണ്. അമ്മമാരുടെ ആത്മവിശ്വാസം, ശാരീരികവും മാനസികവുമായ ആരോഗ്യം എന്നത് എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഒപ്പം പാർട്ട്ണറിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആരോഗ്യ പ്രവർത്തകരോട് ചോദിക്കാൻ മടി കാണിക്കേണ്ട ആവശ്യമില്ല.
ഇനി ഇടയ്ക്കിടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ സന്ദർശിക്കാനും മറക്കരുത് കേട്ടോ.